ബേബിച്ചേട്ടൻ്റെ പറമ്പിലാണ് നമ്മൾ ചക്കയിടാൻ പോയത്. അങ്ങോട്ടേക്ക് കുറച്ച് കുന്നും മലയൊക്കെ കയറി പോകണം. അവിടെ ചെന്ന് പപ്പ പാളത്തിൽ വലിഞ്ഞ് കയറി ഒരു 4 ചക്ക ഇട്ടു. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മു റബ്ബർ പ്ലാന്റ് കണ്ടത്. ഈ റബ്ബർ ഇങ്ങനെ സ്കേർട്ടൊക്കെ ഇട്ട് വെക്കണ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. പക്ഷേ ഒട്ടുപാലിൻ്റെ മണം അവൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചക്കയിട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. തിരിച്ച് കയറണതും ഇങ്ങനെയൊക്കെ കുന്നാണ്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ ചിലപ്പോൾ ഊർന്ന് ഇങ്ങോട്ട് വരും. അതിൻ്റെ ഇടയ്ക്കാണ് അവൾ പാള കണ്ടത്. പണ്ടത്തെ പപ്പയുടെ അമ്മയുടെയൊക്കെ പണ്ടത്തെ BMW പാള എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിശ്വസിച്ചില്ല. വീൽസ് ഇല്ലാതെ എങ്ങനെയാണ് അതിനകത്ത് ട്രാവൽ ചെയ്യുമെന്ന് ചോദിച്ചേ. ഇവിടെ നിന്നുള്ള ലാൻഡ്സ്കേപ്പ് വളരെ അടിപൊളിയാണ്. അങ്ങനെ കുറേ കുന്നുണ്ട്, തെങ്ങ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അപ്പൂൻ്റെ അമ്മൂൻ്റെ ഒരു ഡാൻസ് ഷോ ബേബിച്ചേട്ടൻ്റെ വീട്ടിൽ. ചേച്ചി തലയിൽ തേങ്ങയൊക്കെ ചാടി കുറച്ച് പ്രശ്നത്തിലിരിക്കുമെന്നു. ചേച്ചിക്കും കൊച്ചുങ്ങൾ ഡാൻസ് ഉണ്ട് പോലെ സന്തോഷമായി. പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ ചക്ക വെട്ടി. അമ്മ മാറിക്ക കൈയോട് പോലെ പേ നിക്കപ്പേ മുളഞ്ഞിനുണ്ട്. മുളഞ്ഞിൻ ചക്കക്കുരു സെപ്പറേറ്റ് അതിനകത്ത് ഇടുവോ? ഇങ്ങനെ എടുത്ത് ചക്ക ഉണ്ടാക്കി തന്നെ നമുക്ക്. ഇങ്ങനെ നീ ഒരുക്കണ്ട, ഞങ്ങൾ ഒരുക്കിക്കോളാം. ഇങ്ങനെ കടിച്ചിട്ടൊക്കെയാണ് ചക്ക ഒരുക്കാൻ. ഇങ്ങനെയല്ല ചക്ക നുറുക്കണേന്നും പറഞ്ഞ് പപ്പ മാറ്റി വെച്ചതാണ്. എന്നിട്ട് ഒരു ചക്ക വെട്ടിയതിൽ പകുതി ഞങ്ങൾ തന്നെ തിന്ന് തീർത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പും ചക്കക്കുരുവിന് വേണ്ടി ഭയങ്കര അടി. ഇച്ചിരി സീഡ്സ് കൊടുക്കടാ. ചക്കവെട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ചേർത്ത് അരപ്പുണ്ടാക്കി അടിപൊളി ചക്കക്കൂട്ടൻ. ചക്കപ്പുഴുക്ക്, ഉണക്കമീൻ, കഞ്ഞി, മീനച്ചാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ. പിടി പിടിപ്പിക്കണുണ്ടോ? കഞ്ഞിയാ.